ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസമായി മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട്, പക്ഷേങ്കിൽ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഇന്ന് പക്കുമേയില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണുള്ളൂ. അപ്പം ഇതാണ് എനിക്ക് ബെസ്റ്റ് ടൈം കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം എന്താ പറയുക, അങ്ങനെ പൂവണിഞ്ഞു. എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞ പോലെ തന്നെ കുറച്ചായിട്ടോ. ഇപ്പം ഞാൻ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ആദ്യം തൊട്ടേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാനൊരു കുറേ ഒരു 1 ഇയർ മുന്നേ, 1 ഇയറൊക്കെ കഴിഞ്ഞു ഇപ്പം, ആ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 8 മന്തോളം ഞാൻ കറക്റ്റ് വീഡിയോസൊക്കെ ഇട്ടു. അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് കിട്ടി. ഈ ഒരു 8 മന്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ ഏകദേശം ഒരു 2900 ആ സംതിങ്ങിനുള്ളിൽ എനിക്ക് വാച്ച് അവറും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, കുറേ ഷോർട്സ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനന്ന് വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ്സും ഷോർട്സും ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ മോണിറ്റൈസേഷൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, വാച്ച് അവർ, അത് അവിടെ സ്റ്റക്കായി കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 ഇയർ ആയിട്ടുണ്ട് തോന്നുന്നു. ഏകദേശം ഒരു 10 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്കറിയാം, നമ്മൾ 1 ഇയർ ആണ് ഈ വാച്ച് അവറിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ തീർക്കേണ്ടത്. അപ്പം ഈ ഏകദേശം 1 ഇയറൊക്കെ കഴിഞ്ഞു. ഞാൻ യൂട്യൂബ് നിർത്തി വെച്ചിട്ട് പിന്നെ 1 ഇയറൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടാമതും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വാച്ച് അവർ ഇങ്ങനെ കൊണ്ടുപോകണം. എന്താ പറയുക, ആദ്യത്തെ വാച്ച് പറഞ്ഞ അതിൽ കാണിക്കുന്നുണ്ടായി. പക്ഷേങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ മെസ്സേജ്, YT സ്റ്റുഡിയോയിൽ മെസ്സേജ് വന്നു. യൂട്യൂബ് സ്റ്റുഡിയോ ആണെന്നാണോ YT സ്റ്റുഡിയോ ആണെന്നോ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ പറയൽ. അങ്ങനെ അതിൽ എനിക്ക് മെസ്സേജ് വന്നു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആ വാച്ച് അവർ കാണിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ എന്ത് കളിച്ചിട്ടും 4000 കാണിക്കുന്നില്ല. അല്ലെ 3000 ഒരു 500 ആവുന്ന സമയത്ത് നമ്മൾ ആ ഹാഫ് മോണിറ്റൈസേഷൻ കഴിയുമല്ലോ, അതെന്ത് കളിച്ചിട്ടും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ആകെ ടെൻഷനായി. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇത് വരുന്നില്ല. നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സംഭവം ഓണായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പം ആ ഒരു ടൈമിന് ഒരു എത്രയായിരുന്നു, 1000 ബിലോ ആണ് തോന്നുന്നു വാച്ച് അവർ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ അതൊക്കെ എന്ത് കളിച്ചിട്ട് കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഇയറിൽ ഏകദേശം ഒരു 3000 അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് 4000 കാണിച്ചാൽ തോന്നുന്നു. പക്ഷെ അതിൽ എനിക്ക് കാര്യം ഉണ്ടായില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, അതിൽ എനിക്ക് കാര്യം ഉണ്ടായില്ല. ഞാൻ പിന്നെയും ഫസ്റ്റ് തൊട്ടും എൻ്റെ മോണിറ്റൈസേഷൻ ഇങ്ങനെ പോയിരുന്നു. എനിക്ക് രണ്ടാമത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1000 താഴെ തന്നെയാണ് വാച്ച് അവർ ഉണ്ടായിരുന്നത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 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 ഞാൻ വാച്ച് അവർ കൂട്ടി കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് കിട്ടിക്കൊണ്ടുണ്ടായി. ഇനിയിപ്പോൾ ഷോർട്സിലാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഷോർട്സിൻ്റെ ഈ വാച്ച് അവർ എടുക്കൂലല്ലോ, വ്ളോഗത്തെ വാച്ച് അവറാണല്ലോ എടുക്കുക. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ മെല്ലെ 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 അങ്ങനെ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്ത് വാച്ച് അവർ ഇങ്ങനെ കൂടി തുടങ്ങി. ഇങ്ങനെ 2000 ആയി, 2100 ആയി, 3000 ആയി. 3000 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആ സംഭവങ്ങളൊക്കെ കഴിയുമല്ലോ. അങ്ങനെ മോണിറ്റൈസേഷൻ്റെ ആ സാധനമൊക്കെ എനേബിളായി. അങ്ങനെ ഞാനതൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു മോണിറ്റൈസേഷനിൽ എത്തിയത്. കാരണം അത് കഴിഞ്ഞിട്ട് ഗൈസ്, ഈ മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഡോളറിന് ചിഹ്നം കാണിക്കുമല്ലോ, ഞാൻ പെട്ടെന്ന് ഈ സ്റ്റുഡിയോയിൽ കയറി ഇങ്ങനെ എന്തെല്ലോ ഇങ്ങനെ നോക്കി, ഇടയ്ക്ക് ഞാൻ എന്തോ ഒന്ന് ഓൺ ചെയ്തു കേട്ടോ. അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഡോളേഴ്സൊക്കെ ഇങ്ങനെ ഓഫായിട്ടാണ് കാണിക്കുന്നത്. മോണിറ്റൈസേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് കാണിച്ച് എന്ത് കളിച്ചിട്ട് നമ്മളിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് ശരിയാക്കാൻ പറ്റുമല്ലോ. എന്ത് കളിച്ചിട്ടും എനിക്കത് ശരിയാക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെ എന്താ പറയുക, ടെൻഷനായി. ഞാനൊരു ഫ്രണ്ടുണ്ട് ചിപ്പു, ഓളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇഞ്ച അങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മൾ അത്രയും എത്തിച്ചിട്ട് ഇത് പിന്നെ ഓണാക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്താക്കി, എന്തെല്ലോ കളി കളിച്ചിട്ട് ഓണാക്കി. ഷോർട്സിലാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കണ്ടത്. അങ്ങനെ ഷോർട്സിൽ ഞാനൊക്കെ ഓണാക്കി. അതിന് ശേഷം പിന്നെ നോക്കുമ്പം വ്ളോഗൊക്കെ ഓഫായി കിടക്കുന്നുണ്ട്. പിന്നെയും കിളി പോയി. ഷോർട്സിൽ എനിക്ക് പിന്നെയും ഓണാക്കാൻ പറ്റി, വ്ളോഗ്സിലാണ് എന്ത് കളിച്ചിട്ട് ഓണാക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ കുറേ ഹിന്ദിക്കാരുണ്ടാവുമല്ലോ, അവരെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ അതിൽ നോക്കി ഓരോ ഗൂഗിളിലും അങ്ങനെ കയറി സെറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ പിന്നെയും ഓണാക്കിയിട്ട് കേട്ടോ. അങ്ങനെയാണ്
ഇപ്പം ചാനലിൽ ഡോളേഴ്സ് കയറാൻ തുടങ്ങി. പക്ഷേങ്കിൽ നമുക്ക് ക്യാഷ് ഇപ്പം കയ്യിലായിട്ട് കിട്ടൂലല്ലോ. $100 ആയി കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് ക്യാഷ് കയ്യിലേക്ക് കിട്ടുക. ഡോളേഴ്സൊക്കെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കയറി മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. എന്തായാലും ഇത്ര എത്തിയില്ലെങ്കിൽ അതും കൂടെ കഴിയുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം കേട്ടോ. അങ്ങനെ പിന്നെ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെറുതെ കിടന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല. ചിലപ്പം ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യൂവേഴ്സും ഉണ്ടാവില്ല കേട്ടോ. അതേ സ്ഥാനത്ത് വെറുതെ ചറവറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കളയുന്ന വീഡിയോസിനാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവേഴ്സും കിട്ടും. പിന്നെ ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതായത് ഞാൻ 2ാമത് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ലോണം ഞാൻ ഇടങ്ങാറായിട്ട് ഡെയിലി ഞാൻ 3 വീഡിയോസ് 4 വീഡിയോസൊക്കെ ഇട്ട സമയമുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് ഉണ്ടാക്കി അങ്ങനെ ഞാൻ 4 വീഡിയോസും 3 വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോവുകയാണെങ്കിലും രാവിലെ ഒന്ന്, വൈകുന്നേരം ഒന്ന്, ഒരു രാത്രിക്ക് ഒന്ന് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെയിലി വ്ളോഗ്സ് ഇടലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടാണ് വ്ളോഗ്സൊക്കെ കുറഞ്ഞു തുടങ്ങിയത്. ഇൻഷാ അല്ലാ വ്ളോഗ്സ് ഇടണം. ഇപ്പോൾ ഈദൊക്കെ ആയില്ലേ, ഇതിൻ്റെയൊക്കെ വ്ളോഗ്സ് എന്തായാലും ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പെരുന്നാൾ എന്തായാലും നീട്ടടിയിലായിരിക്കും. അന്നേരം വ്ളോഗ് ഇൻഷാ അല്ലാ ഈദ് അടിച്ചു പൊളിക്കണമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടും. അപ്പം നമ്മൾ ഏതൊരു യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം, ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുക. അതായത് എപ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പം ഒരു ചെറിയ ചെറിയ ടിപ്പാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും വീഡിയോസ് ഇടുമ്പം ഒരു ടൈം വെക്കുക. ഇപ്പോൾ ഈവനിങ്ങിനാണെങ്കിലും മോർണിംഗിലാണെങ്കിലും ഒരു ടൈം വെക്കുക. ഡെയിലി ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഷോർട്സിനാണെങ്കിൽ ഒരു ടൈം, അതേപോലെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഇന്നൊരു ടൈം, അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാൻ എപ്പം വ്ളോഗ് ഇടലും ഷോർട്സ് ഇടലൊക്കെ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ മിനിമം ഒരു 2 വീഡിയോസെങ്കിലും നമ്മൾ മതിയാക്കി ഇടാൻ നോക്കുക. നമ്മൾ ഒരു വീഡിയോസ് ഇട്ടുകൊണ്ട് എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നില്ല. മിനിമം ഒരു 2 വീഡിയോസ് എങ്ങനെയാണെങ്കിലും ഡെയിലി ഇടുക. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ നമ്മളെ കാണും. പിന്നെ ആ ഒരു ടൈമിന് തന്നെ എന്നും വീഡിയോസ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ആൾക്കാർ ഇങ്ങനെ കാണാൻ തുടങ്ങും. കാരണം കറക്റ്റ് ടൈമിങ് ഇങ്ങനെ വരുന്ന സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി വ്ളോഗ് ഇടുക, അല്ല വീഡിയോസ് ഇടുക. പറ്റുമെങ്കിൽ വ്ളോഗും അതേപോലെ തന്നെ നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെ ഇടുക. അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് എൻ്റെ ചാനൽ ഇവിടം വരെ എത്തിയത്. അപ്പോൾ പറഞ്ഞത് കുറച്ച് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. പിന്നെ ഇത്രയും നാളെ കൂടെ നിന്ന പോലെ ഇനി അങ്ങോട്ടും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയത് ഒരു പാഷൻ്റെ പുറത്ത്, പാഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഞാൻ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമായിരുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ മൂപ്പര് പോയതിനു ശേഷം ഇങ്ങനെ ഭയങ്കര നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുമല്ലോ. ആ ഒരു സമയത്ത് എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന ഒരു ടൈമിൽ ഞാൻ യൂട്യൂബിലേക്ക് എനിക്ക് പണ്ടേ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. എന്നെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ പണ്ടിങ്ങനെ റീൽസ് എടുക്കും, അതേപോലെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. ഈ കോമഡി വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റീൽസൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ കുട്ടിയായി അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ബിസി ആയിട്ട് പിന്നെ ചെയ്യാണ്ടായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടൈമിന് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ സംഭവമായിരുന്നു. അങ്ങനെ പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അന്ന് നല്ലപോലെ എൻ്റെ, അതായത് ഹസ്സിൻ്റെ ഉമ്മ, നീറ്റാത്ത ഉമ്മ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, പെങ്ങളാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ചിന്നി നമുക്ക് ആ വീഡിയോ എടുക്കുക, ഈ വീഡിയോ എടുക്കുക, അങ്ങനെ പറഞ്ഞിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് അത്യാവശ്യം വ്യൂവേഴ്സും വാച്ച് ഇതൊക്കെ കയറിക്കൊണ്ട് നിന്നത്. ഇപ്പോഴാണെങ്കിലും ഫാമിലി മൊത്തം നല്ല സപ്പോർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ ഇപ്പം ഞാൻ ഇതിന്നൊരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്കും ജീവിക്കണ്ടേ എന്ന് വെച്ച് എന്താ പറയുക, ഇതന്നെയെന്നല്ല. അപ്പം ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിലും ഞാൻ കുറേ കോഴ്സ് നോക്കിയിട്ടുണ്ടായി. ഞാൻ ടാലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതേപോലെ തന്നെ ഞാൻ ഈ ക്രാഫ്റ്റിൻ്റെ ആ പരിപാടീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സ്റ്റോപ്പായിട്ടോ. ഡ്രൈവിങ്ങിന് പോക്കുണ്ടായിരുന്നു, എല്ലാം അത് സ്റ്റോപ്പായി ഉണ്ടായി. ഇപ്പം ഞാൻ അതേപോലെ തന്നെ PPTTC ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അതൊരു ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് നമ്മളെന്തായാലും ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ ഗായ്സ്.